അടിപൊളി പാട്ടിലെ മെലഡി. ചില അടിപൊളി പാട്ടെടുക്കുമ്പോൾ ആ പാട്ടിന്റെ ഒരു പോർഷൻ എത്തുമ്പോൾ അത് മെലഡിയായി മാറാറുണ്ട്. ചില സംഗീത സംവിധായകർ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിൽ അടിപൊളി പാട്ടിലെ ചില മെലഡി പോർഷൻസിനെ കുറിച്ചൊരു എപ്പിസോഡാണ്. എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തരത്തിൽ അടിപൊളി പാട്ടുകളിൽ മെലഡി വരുന്ന ഒരുപാട് പാട്ടുകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു ടോപ്പ് 5 സോങ്സ് ആണ് എടുക്കുന്നത്. നമുക്ക് സോങ്സിലേക്ക് പോകാം. നമ്പർ 5, നമ്മുടെ ടോപ്പ് 5-ൽ 5-ാം സ്ഥാനത്തെ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവ രാഗം എന്ന് പറഞ്ഞ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം. ഒരു ന്യൂ ജനറേഷൻ സിനിമകളുടെ തുടക്കമൊക്കെ ഈ ചിത്രമാണെന്ന് പറയാം. ഇതിൽ വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഒരു അടിപൊളി ക്യാമ്പസ് സോങ് ഉണ്ട്. ഇത് യൂത്തിന്റെ അടിപൊളി പാട്ടാണ്. ഇതിൽ ഈ നായകനും നായികയും വരുന്ന പ്രണയരംഗത്തിൽ വിദ്യാസാഗർ ഒരു പോർഷൻ മെലോഡിയസ് ആയിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അനുപല്ലവിയിലും ചരണത്തിലും ഒരുപോലെ തന്നെ. അതിലെ ആ മെലോഡിയസ് പോർഷൻ നോക്കിയാലോ, കേട്ടു നോക്ക്. നീളം മനസ്സിൽ മോഹങ്ങൾ ഒരുപാട് കുറിച്ചിരുന്നോ, കേട്ടില്ലേ? പാട്ടിന്റെ പല്ലവി നല്ല അടിപൊളിയായിട്ട് നല്ല അടിച്ചുപൊളി പാട്ടാണ്. പക്ഷെ അനുപല്ലവിയിലേക്ക് വരുമ്പോഴത്തേനും അതൊരു മെലഡി ആയിട്ട് മാറുന്നുണ്ട്. വീണ്ടും അത് പല്ലവിയിലേക്ക് വരുമ്പോൾ അടിപൊളിയായിട്ട് ഡൈവേർട്ട് ആവുന്നുണ്ട്. അത് വിദ്യാസാഗറിന്റെ കോമ്പോസിഷനിലെ ഒരു ബ്രില്യൻസ് ആണത്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം. നമ്പർ 4, ഇത് ലാലേട്ടന്റെ ഒരു അടിപൊളി പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി പാട്ട്. കേട്ടു നോക്കും. ഗാനമേളക്കൊക്കെ നല്ല ഓളം സൃഷ്ടിക്കുന്ന പാട്ടാണിത്. ഇതിന്റെ അനുപല്ലവി വരുമ്പോ മെലഡി ആയി മാറുന്നുണ്ട്. കേട്ടു നോക്കി. നല്ല നാളിന്റെ ആശംസയേകും രാജഹംസങ്ങളെ, കേട്ടില്ലേ? ഇതുപോലെ തന്നെ ലാലേട്ടന്റെ മറ്റൊരു പാട്ടുണ്ട്. അതാണ് നമ്മുടെ നമ്പർ 3. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാടും മിന്നാരം എന്ന ചിത്രത്തിലെ SP വെങ്കടേശന്റെ സംഗീതത്തിലുള്ള ഒരു പാട്ടാണ്. ഈ അടിപൊളി പാട്ടിന്റെയും അനുപല്ലവി ഒരു മെലഡിയാണ്. കേട്ടു നോക്കിയാലോ, കേട്ടു നോക്കാം. നമ്മുടെ 2-ാം സ്ഥാനത്തെ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദമാമ എന്ന ചിത്രത്തിൽ ഔസേപ്പച്ചന്റെ സംഗീതത്തിലുള്ള ഒരു പാട്ടാണ്. ഇതൊരു അടിപൊളി ഡാൻസ് സോങ് ആണ്. പക്ഷെ ഈ പാട്ടിന്റെ അനുപല്ലവി വരുമ്പോഴത്തേനും പാട്ട് ഒരു മെലോഡിയസ് ആയിട്ട് മാറുന്നുണ്ട്. ഡാൻസ് സോങ് ആണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതൊരു മെലഡിയാണ്. ഒന്ന് കേട്ട് നോക്കി. ഇനി നമ്മുടെ ലിസ്റ്റിലെ 1-ാമത്തെ സോങ് ആണ്. ഈ പാട്ട് 1-ാമതാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ആയിരുന്നു. കേരളക്കരയെ ആകെ ഇളക്കി മറിച്ച ഒരു അടിപൊളി പാട്ട്. ഈ പാട്ടിന്റെ അനുപല്ലവിയിലേക്ക് വരുമ്പോഴേക്കും ഇതൊരു മെലഡി ആയിട്ട് മാറുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ പാട്ട് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതൊരു മെലഡിയാണ്. ഒന്ന് കേട്ടു നോക്കി. കേൾക്കാത്ത ദൂരത്തു കേൾക്കാൻ കൊതിപ്പിച്ചു കൊഞ്ചാതെ കൊഞ്ചി നീ മെല്ലെ മെല്ലെ. അതുപോലെ തന്നെ ഈ പാട്ടില് ഈ അടിപൊളി പോർഷന്റെ ഇടയ്ക്കും സ്വരങ്ങൾ പാടുന്ന ഒരു പോർഷൻ ഉണ്ട്. വളരെ രസമാണ് അത് കേൾക്കാനായിട്ട്. അതൊന്ന് കേട്ടു നോക്കി. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഈ പാട്ടിന്റെ തുടക്കം തന്നെ നല്ലൊരു മെലോഡിയസ് ആയിട്ടാണ് തുടങ്ങുന്നത്. അടിപൊളി പാട്ടാണെങ്കിലും മെലോഡിയസ് ആയിട്ടാണ് ഈ പാട്ട് തുടങ്ങുന്നത്. അത് ഞാൻ കേൾപ്പിച്ചു തരാം, കേട്ടു നോക്കി. ഓക്കെ, അതാണ് ഈ പാട്ട് നമ്മുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് വരാനുള്ള കാരണം. ഇനി ലിസ്റ്റിൽ ഇല്ലാത്തൊരു പാട്ട് കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം.
കേട്ടോ. ഈ പാട്ടിന്റെ അനുപല്ലവി വരുമ്പോൾ ഇതൊരു മെലഡിയായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചെറിയ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, അതായത് മെലഡി ഗാനങ്ങളിലെ അടിപൊളി പോർഷൻ. താമസിക്കാതെ ആ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തും. അപ്പൊ വീണ്ടും അടുത്ത എപ്പിസോഡ് കാണും വരെ ഗുഡ് ബൈ.